ഇന്നെൻ്റെ ഡേ 4 എൻ്റെ ഡയറ്റിലെ 3 ദിവസം കഴിഞ്ഞു. എനിക്ക് ഇന്നലെ ലോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്നൊരു കൺസൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് ഞാൻ ഉറങ്ങിയത് 5 മണിക്കൂറാണ്. അതിൻ്റെ തലേ ദിവസം ഉറങ്ങിയത് 12 മണിക്കൂറാണ്. ഇന്നലെ ഞാൻ ഉറങ്ങിയത് 5 മണിക്കൂറാണ്. കൂടുതൽ നേരം നമ്മൾ എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുമെന്ന്. ഇന്നലെ 1162 കാലറി ഞാൻ കഴിച്ചിട്ടുണ്ട്. പ്രൊഡോമിനൻ്റ്ലി പ്രോട്ടീൻ തന്നെയാണെങ്കിലും കുറേ ഫാറ്റും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആയി. അതിൽ എന്തൊട്ടാണ് കഴിച്ചതെന്നും കൂടെ ഒന്ന് നോക്കാം. രാവിലത്തെ സ്ഥിരം സാധനം, പിന്നെ സപ്ലിമെൻറ്റ്സ്, കോഫി, പിന്നെ സപ്ലിമെൻറ്റ്സ്, പിന്നെ ഞാൻ 2 ചിക്കന് പകരം 2 മുട്ട ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. ഈ മോങ്ക് ഫ്രൂട്ട് പൗഡർ എന്നുള്ളത് അത് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഷുഗർ പോലൊക്കെ തന്നെ ഇരിക്കും, ഒരു വെള്ളപ്പൊടി തന്നെയാണ്. അത് ഉപയോഗിച്ച് നോക്കി. പകരം സ്പ്ലെൻഡയ്ക്ക് പകരം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കതിനത്ര ഒരു മധുരം, എനിക്ക് ഏതാണ്ട് ഒരു 4 ഗ്രാം തന്നെ ഇടേണ്ടി വന്നു, ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. റാദർ ഞാൻ സ്പ്ലെൻഡ് തന്നെ ഉപയോഗിക്കും, അര ഗ്രാം ഉപയോഗിച്ചാൽ മതി. അത് ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ഗ്രാമാണ് ഉപയോഗിച്ചത്, ഒരു പാക്കറ്റ് 1 ഗ്രാം എന്നുള്ള കണക്കിൽ. അതും കാലറി ഇല്ല, അല്ലെങ്കിൽ കാലറി വളരെ കുറവാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്ഥിരം ചിക്കൻ ഉച്ചയ്ക്ക് ലഞ്ച്, പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഹെവി ആയിട്ട് കഴിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ സമയം വേക്കായിട്ടിരുന്നുകൊണ്ടായിരിക്കുമോ ഇത്ര ഫുഡ് കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു സീസർ സാലഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയത്. അത് കുറച്ച് കാലറി നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് 300 കാലറീസ് ഉണ്ട്. പിന്നെ 5 ചിക്കൻ ഡ്രം സ്റ്റിക്ക്, തൊലിയില്ലാത്ത ടൈപ്പ്. പിന്നെ ഈ ജോളി റാഞ്ചർ ഗമ്മീസ്, എൻ്റെ കുറച്ച് ഗമ്മീസ് ഇരിപ്പുണ്ടായിരുന്നു, അതും ഞാൻ കഴിച്ച്. അപ്പോൾ ഏതാണ്ട് 37 കാലറി അതിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ടോട്ടലിൽ പറഞ്ഞ 1162 കാലറീസ് വരുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഇന്നലെ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ എന്നാലും സ്റ്റിൽ അത്ര ഒരു ഫാറ്റിൻ്റെ എമൗണ്ട് കൂടാൻ കാരണം ഐ ഡൗട്ട് അത് ഈ പറഞ്ഞ ഈ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ആവാനാണ് വഴി. യെസ്, അതിനകത്ത് വേണ്ട 33%. വെയിറ്റ്, ചിക്കൻ ഡ്രം സ്റ്റിക്ക് അല്ല, സ്റ്റിൽ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ആണെങ്കിലും അതിനകത്ത് സ്റ്റിൽ 33% ഉണ്ട്. ഈ സീസർ സാലഡ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തും ആ ഒരു സിമിലർ എമൗണ്ട് ഓഫ് ഫാറ്റ് അതിനകത്തുണ്ട്. പിന്നെ വേറെ എന്താണ്, പിന്നെ മേ ബി എഗ്ഗിൽ നിന്നായിരിക്കാം. നമ്മൾ കണക്കാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒമേഗ 3 ഫിഷ് ഓയിൽ എടുക്കുമ്പോഴും പിന്നെ ഈ D3 എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അത് ഓയിലാണല്ലോ, അതിലും സ്റ്റിൽ കാലറീസ് ഉണ്ട്. അതും ആഡപ്പ് ചെയ്യും. അത് ഇപ്പോൾ ഞാൻ ഒരു 600 കാലറി ഒരു ദിവസം എടുക്കുന്ന ആളാണെങ്കിൽ അതിനകത്ത് അതൊരു ചെറിയ ശതമാനം തന്നെയാണ്. ഇപ്പോൾ 1% എന്ന് പറയുമ്പോൾ എത്രയായി? 600ൻ്റെ 6 ഗ്രാം ഉണ്ടെങ്കിൽ 6 കാലറി ഞാൻ ഈ പറഞ്ഞ ഓയിലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് 1% ആയി, റൈറ്റ്? അത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഡപ്പ് ചെയ്യും എന്നുള്ളത് മാത്രം. അപ്പോൾ അതാണ് ഇന്നലത്തെ ഒരു എൻ്റെ ഫുഡ് കഴിച്ചതിൻ്റെ ക്രോണോമീറ്ററിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സാധനം. പിന്നെ ഇന്ന് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്ഥിരം നമ്മളുടെ എന്താ അതിൻ്റെ പേര്, കോഫി, നെസ്കഫേ ഗോൾഡ് എസ്പ്രസ്സോ 2 കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, 2 ടീസ്പൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ചിക്കൻ തീർന്നുകൊണ്ട് പുതിയൊരു സ്റ്റാക്ക് ഓഫ് ചിക്കൻ ബ്രസ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് 1 2 3 4 5 6 എണ്ണം ഉണ്ട്. സോ ഐ എം ഫുള്ളി സെറ്റ്. ഈ ഓറഞ്ച് ഒരാഴ്ചയായിട്ട് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ. പക്ഷേ നമ്മൾ അഗ്രസീവ് കട്ടായതുകൊണ്ട് കഴിക്കുന്നില്ല. സോ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഇന്ന് സെഷൻ ഉണ്ട്, വർക്കൗട്ട് സെഷൻ ഉണ്ട്. ഞാൻ 2 ദിവസം ഗ്യാപ്പ് എടുത്തു. ഒന്ന് ഗ്യാപ്പ്, ഇന്ന് രണ്ടാമത്തെ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.